ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ചില സമയത്ത് നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങുമ്പോൾ അത് നല്ലോണം പഴുത്ത് ആ തൊലിയൊക്കെ അതുപോലെ നന്നായിട്ട് കറുത്തു പോകുമല്ലോ. അപ്പോൾ അത് വേസ്റ്റാക്കി കളയാതെ അത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് ആയിട്ടൊക്കെ കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം വേണ്ടിയിട്ട് എടുക്കാൻ. പഴുത്ത പഴം വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ 2 പഴം കാണിച്ചിട്ടുണ്ട്, പക്ഷേ അതിന്ന് ഒരു പഴം മാത്രമാണ് നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ ആ പഴം നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ വേണ്ടി എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി വേണം എടുക്കാൻ. അതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരിപ്പൊടി നേന്ത്രപ്പഴം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നേന്ത്രപ്പഴത്തിൻ്റെ ആ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് തന്നെ അരച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നേന്ത്രപ്പഴം അരിപ്പൊടി നമ്മൾ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 1/2 കപ്പ് വെള്ളമാട്ടോ നമ്മൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അരച്ചെടുത്തിട്ടുള്ള മിക്സ് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതെടുക്കുക കേട്ടോ നല്ലത്. എന്നിട്ട് അരച്ചെടുത്തിട്ടുള്ള ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഏതായാലും ചേർക്കാം. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടിയാവാൻ തുടങ്ങും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് കട്ടിയാവാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇളക്കിയെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ അതിലെ വെള്ളമൊക്കെ വറ്റി മാവ് നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങും. പാത്രത്തിൽ നിന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും. അതുവരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, മാവ് ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടലുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം കൂടി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ മാവ് നമുക്ക് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടാവുന്ന പരുവത്തിലാണ് വേണ്ടത്. പക്ഷെ നമ്മളിതിൽ പഴം ചേർത്തിട്ടുള്ളതുകൊണ്ട് തൊട്ട് നോക്കുമ്പോൾ കുറച്ച് നേരം ഇളക്കിയാലും ഈ മാവിന് ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അരിപ്പൊടിയുടെ അളവ് നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കണം. ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ചെറിയ ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ കയ്യിൽ ആദ്യം കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ആ മാവ് മുഴുവനും നമ്മൾ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമ്മളിത് ഇതുപോലെ കുറച്ച് ചെറിയ സൈസിലുള്ള ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുകയാണ് കൂടുതൽ നല്ലത്. അപ്പോഴാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം വീണ്ടും അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നാളികേരത്തിൻ്റെ 2ാം പാലും 3ാം പാലും ചേർത്തിട്ട്, അതായത് നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് നാളികേരമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്ന് ആദ്യം നമ്മൾ ഒരു 3/4 കപ്പ് 1ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കി വരുന്ന നാളികേരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 1.5 കപ്പ് കട്ടി കുറഞ്ഞ പാലെടുക്കുക. അതിനുശേഷം ആ പാല് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഉരുട്ടി വെച്ചിട്ടുള്ള ഉരുളകൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്ത വഴിക്ക് ഇത് പെട്ടെന്ന് ഇളക്കരുത്. ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായതുകൊണ്ട് ഉരുളകളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ പതുക്കെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കരുത്, മാവ് പൊട്ടിപ്പോവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണത്. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഇത് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുള്ള മാവാണ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം എന്ന് പറയുമ്പോൾ നമുക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഏതായാലും ചേർക്കാം. നമ്മളിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരമൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് ചേർക്കുക. എന്നിട്ട് ആ പഞ്ചസാര അതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ അതിൽ നന്നായി പിടിച്ച് ഇതുപോലെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നാളികേരത്തിൻ്റെ 1ാം പാല് ചേർക്കാം.
1/4 കപ്പ് നല്ല കട്ടിയുള്ള നാളികേരപ്പാൽ. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. പിന്നെ അതിന് കൂടെ തന്നെ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയുടെ കൂടെ വേണമെങ്കിൽ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ട് അത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ അതിങ്ങനെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ റെസിപ്പി. നേന്ത്രപ്പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവറും നാളികേരപ്പാലും പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബോൾസ് എല്ലാം കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ചെറിയ ചൂടോട് കൂടിയിട്ടും തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്